അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് വെച്ചാൽ ഒരു കല്യാണത്തിനാണ്, കൊയിലാണ്ടിക്കാണ് പോണത്. അപ്പോൾ ട്രെയിനിലാണ് കേട്ടോ പോണത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ട്രെയിനിൽ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്, എന്നാലും ഇപ്പോഴും പോകുമ്പോൾ ചിലർക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ രാവിലെ ആണ് കേട്ടോ. ഞാൻ നീച്ച് കുളിച്ച് പല്ലൊക്കെ തേച്ച് നീച്ച പാടെ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ അപ്പോൾ സമയമില്ല കേട്ടോ. വേഗം കുളിക്കാൻ കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ. പക്ഷേ ഞങ്ങൾ ഒരു 7 മണിക്കാ അങ്ങനെ ഒറ്റ ഇറങ്ങിയിരിക്കണം കേട്ടോ ഞങ്ങൾ. എന്നിട്ട് കൃത്യമായിട്ടുള്ള സമയം എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നീച്ചപ്പോൾ അത്ര ഇങ്ങനെ നേരം അങ്ങനെ വെളുത്തിട്ടില്ല കേട്ടോ. നീച്ചാൽ കുറച്ചൊക്കെ ഇരുടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ അങ്ങോട്ട് അപ്പോൾ ഇരുടായിരുന്നു. ഇപ്പോഴാണ് കുറച്ച് വെളിച്ചം വെച്ചത്. അപ്പോൾ ഞാൻ കുളിച്ച പാടെ തന്നെ വേഗം പോയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഒരാളെ ഡ്രസ്സ് കാണിച്ചു തരാം. ഞാനിതാ ഈ ഒരു ജീൻസിൻ്റെ ഒരു പാവാട ഒരു മീഡിയാണ് ഇടുന്നത്. ജീൻസിൻ്റെ ഒരു മീഡിയം ഓക്കെ. ഈ ഒരു ഇതും പിന്നെ ഇങ്ങനത്തെ ഒരു ഷർട്ട് പോലെയുള്ളൊരു സാധനം കൂടിയാണ് ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് പെരുന്നാളിന് വാങ്ങിയതായിരുന്നു. ഓക്കെ, ഞാനിതാ ഇത് രണ്ടാണ് ഇടുന്നത് കേട്ടോ. ഓക്കെ, അതാണ് ഞാൻ ഇടുന്നത് ഡ്രസ്സ്. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. കാൽ ചായ എന്ന് പറയും കേട്ടോ. എന്ന് വെച്ചാൽ നീച്ച പാടെ നമ്മൾ ചായ ഒക്കെ കുടിക്കില്ല, ഞങ്ങൾ കാൽ ചായ എന്ന് പറയൽ. പിന്നെ ഞാൻ 2 ബ്രെഡും പിന്നെ കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നത്. ഓക്കെ, നല്ല 2 ബ്രെഡ് ഇങ്ങനെ മുക്കി ചായയിൽ നോക്കിയിട്ട് കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഗൈസ് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ തിന്നാൻ വേണ്ടി പോവാണ്. ഓക്കെ ഗൈസ്, ക്ലിയർ ഇല്ല കേട്ടോ. ആ ഒരു സമയത്ത് അത്ര ക്ലിയർ കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം ഡ്രസ്സ് മാറ്റാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ ഡ്രസ്സ് മാറ്റിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ മീഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ ഒരു ഷർട്ടും ആ മീഡിയും കൂടി ഇട്ടിട്ട്, ഈ ഷർട്ടാണ് കുറച്ച് ലോങ് ആണ്, കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ. അപ്പോൾ മീഡിയും കൂടി ഇട്ടപ്പോൾ എന്തോ ഒരു പോലെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫാൻ ഇടാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് പോലെ ഉണ്ട് കേട്ടോ. എനിക്കിത് എന്നോ വാങ്ങിയതാണ്. എനിക്ക് 5 or 3 ഒരു ബർത്ത്ഡേക്ക് വാങ്ങിയ ഹാൻഡ് ബാഗാണ്, ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇറങ്ങാൻ എല്ലാവരും മാറ്റിയൊക്കെ കഴിച്ചിട്ടുണ്ട്. വേഗം ഇറങ്ങാം. പിന്നെ എൻ്റെ മാമിൻ്റെ മോൾ സ്കൂളിലോട്ട് പോകാൻ, കാരണം അവളൊരു യൂണിഫോം ഇട്ടിട്ട് ഇറങ്ങുന്നത് ഓളാണ്. ഇപ്പം നമ്മൾ ചെരുപ്പിട്ട് ഇറങ്ങാൻ ഓളെ സ്കൂൾക്ക് പോകാൻ കേട്ടോ. ഓൾ വരുന്നില്ല എന്ന് വെച്ചാൽ അവൾക്ക് ഡാൻസ് ഉണ്ട്. ഡാൻസ് ക്ലാസ് മുടങ്ങിയ ചിലപ്പോൾ ടീച്ചർ അന്ന് ചിലപ്പോൾ പുതിയതായിട്ട് പഠിപ്പിച്ചാൽ പിന്നെ ടീച്ചറിന് ചീത്തയൊക്കെ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സ്കൂളിലോട്ട് പോവാണ്. അപ്പോൾ ഞങ്ങളിത് പോകാൻ നിൽക്കണം കേട്ടോ. ഈ കയറ്റം കയറ്റി നമുക്ക് പോകാം അങ്ങോട്ട്. ഓക്കെ ഗൈസ്, അവൾക്ക് ഇന്നലെ പനി ആയതുകൊണ്ട് ഓൾ ഇന്ന് സ്കൂളിലോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഓളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കും കേട്ടോ. ഓൾ വരുമ്പോൾ സ്കൂളിൽ വന്നാൽ. അപ്പോൾ ഞാനിതാ കയറ്റം കയറിയിട്ടുണ്ട്. എല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ കയറ്റം കയറി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മൾ ഇനിയിപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ട് വേണം നമുക്ക് കയറി പോകാൻ. ഓക്കെ, നമ്മൾ തിരൂർ ബസ് ഞങ്ങളവിടെ ടൗണിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ വരെ നടക്കാനൊന്നും ഇല്ല. അപ്പോൾ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു അറിയുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ കയറിയിട്ടുണ്ട്. ഞങ്ങൾ പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ മാമിൻ്റെ ഓളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഇറക്കണം. അവിടുന്ന് ഇവളും ഒരേ സ്കൂളിലായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഓളും ഡാൻസിനുണ്ടായതുകൊണ്ട് ഒരു രണ്ടാളും അങ്ങനെ പോകും. ഇപ്പോൾ ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. തിരൂർ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു. ബസ്സിൻ്റെ ഞങ്ങൾ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുകയാണ് കേട്ടോ. അങ്ങോട്ട് പ്ലാറ്റ്ഫോമിലോട്ട് നടക്കുകയാണ്. പിന്നെ തിരൂർ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു റെയിൽവേ സ്റ്റേഷന്. അപ്പോൾ ഞങ്ങൾ ഇതിൽ കയറിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിക്കറിയില്ല കേട്ടോ. എന്തൊരു പേരാണ് എനിക്കറിയില്ല, എസ്കലേറ്ററോ എന്തോന്നാണ്. അപ്പോൾ ഞങ്ങൾ കയറാണ്. കയറിയപ്പോഴത്തെ അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. സ്റ്റെപ്പിൽ എൻ്റെ പപ്പ വരുന്നുണ്ട്. എൻ്റെ പപ്പാക്ക് ഇതിൽ കയറാൻ പേടിയുന്നുണ്ട്. ഇപ്പം സ്റ്റെപ്പിൽ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇതിൽ വന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇതിലോട്ട് കയറിയത്. അപ്പോൾ ഞങ്ങൾ നമ്മളെ പ്ലാറ്റ്ഫോം അപ്പുറത്തായതുകൊണ്ടാണ് ഞങ്ങൾ ഇതിലൂടെ വന്നത്. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് ഗൈസ് കാണുന്നത്. ഇവിടെ
ഓക്കെ, നമ്മളിങ്ങനെ നടക്കുകയാണ്. യെസ്, നമ്മൾ നടന്നിട്ട് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അവിടെ സ്റ്റെപ്പ് ഉണ്ട്, നമുക്ക് സ്റ്റെപ്പ് ഇറങ്ങാം കേട്ടോ. അവിടെ എസ്കലേറ്റർ ഇല്ല, അപ്പം നമുക്ക് അവിടെ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങാം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇനിയിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് അവിടെ എത്തണം കേട്ടോ. എല്ലാവരും നടക്കുന്നുണ്ട്, നമ്മൾ നടക്കാം. വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെയൊക്കെ എടുക്കുകയാണ് കേട്ടോ. ചിലയ്ക്ക് മടിയാണ് കേട്ടോ. ആളെ മുമ്പ് നിന്നൊക്കെ വീഡിയോ എടുക്കാൻ നമ്മളത്തെ സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. ഓക്കെ, നമ്മളെ പ്ലാറ്റ്ഫോമിലോട്ട് ഇനി ഇവിടുന്ന് കുറച്ച് നടക്കാണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എത്രയാണ് പ്ലാറ്റ്ഫോം? 2 1 ഒറ്റ നമ്മൾ പ്ലാറ്റ്ഫോം. അവിടേക്കാണ് ട്രെയിൻ വരിക, കൊയിലാണ്ടിക്കാണ്, തൃശ്ശൂർ ടു കൊയിലാണ്ടി. അപ്പോൾ അതാ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാത്തിക്കാണ്, നമ്മൾ ട്രെയിൻ കാത്തിക്കാണ്. ഓക്കെ, ട്രെയിൻ വരിക, നമുക്ക് കാത്തു നിൽക്കാം. ഇവിടെ എത്താറായിട്ടുണ്ടാവും കേട്ടോ ട്രെയിന്, നമുക്ക് ഇതിൽ കാത്തിക്കാം. എന്നിട്ട് നമുക്ക് ട്രെയിനൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ട്രെയിനിലേക്ക് കയറി. എനിക്ക് സൈഡ് വിൻഡോ സീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതിനോട് ഞാൻ ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ. ഇങ്ങനെ ഇത് എന്നുവെച്ചാൽ നമ്മൾ റിസർവേഷൻ ചെയ്തിട്ടില്ല, എന്നിട്ട് കൊയിലാണ്ടിക്കാണല്ലോ, അപ്പോൾ എന്തിനാണ് റിസർവേഷൻ ചെയ്യണത്. അപ്പോൾ അതിനോട് തന്നെ കുറച്ച് തിരക്കാം. നമുക്ക് സീറ്റൊക്കെ ഇങ്ങനെയൊക്കെ ഭാഗ്യത്തിൽ നമ്മളെ ലക്കി കൊണ്ട് കിട്ടിയിട്ടുണ്ട്, സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ അവിടെ ഇറങ്ങിയിട്ടുണ്ട്, കൊയിലാണ്ടിൽ ഇറങ്ങിയിട്ടുണ്ട്, കൊയിലാണ്ടിലേക്ക് എത്തി. പിന്നെ ഇവിടുന്ന് ഞങ്ങൾ ചപ്പാത്തി മുട്ടക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് തിന്നാൻ വിചാരിച്ചിട്ട്. അപ്പം ഇതാ ഞങ്ങൾ ചപ്പാത്തി മുട്ടക്കറി തിന്നാണ് കേട്ടോ. വിശക്കുന്നുണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൊയിലാണ്ടിക്ക് പോകുന്നതിന് മുമ്പ് അവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് തിന്നാണ് കേട്ടോ. ഭാഗ്യത്തിന് അങ്ങനെ ഇവിടെ ആരും ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ട് ഞങ്ങളവിടെ ഇരുന്ന് തിന്നാണ് കേട്ടോ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു, അങ്ങനെ വിശപ്പൊക്കെ മാറി. ഞങ്ങളിത് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചിട്ട് നടന്ന് വന്നതാണ് കേട്ടോ. ഓട്ടോറിക്ഷയിൽ കയറേണ്ട വെച്ചു, നടന്ന് വരികയാണ്. നടന്ന് ഓഡിറ്റോറിയത്തിലെത്തിയതാണ് നമ്മൾ ഓഡിറ്റോറിയം. വെച്ചാൽ എൻ്റെ അമ്മമാർ തിരക്കൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ എത്തിച്ചിട്ടുണ്ട്. ആരും വന്നിട്ടില്ല കേട്ടോ, പുതിയ വരെ വന്നിട്ടില്ല. സ്റ്റേജിൽ അങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ താഴത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഞങ്ങൾ ഈ സ്റ്റേജിൻ്റെ അങ്ങോട്ട് ഞങ്ങളോട്ട് ഫസ്റ്റ് എത്തിയത്. അപ്പോൾ ഞാൻ സ്റ്റേജിൽ നിന്നുള്ള ഒരു കാഴ്ച കാണിച്ചു തരാം. ഇതാണ് ഗൈസ്, ഫുള്ള് കായാണ്, അങ്ങനെ ആരും വന്നിട്ടില്ല. ഓക്കെ, പറ്റുകയാണെങ്കിൽ ബ്രൈഡിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. ഫോട്ടോ കിട്ടിയാൽ നോക്കാം. എന്താ എല്ലാവരും ഇവിടെ ഇരിക്കുകയാണ്, ചില ആരും അങ്ങനെ വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ പോസായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ടാങ്ക് പോലത്തെ എന്തോ ഒരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് കുടിക്കുകയാണ്. നല്ല മധുരം ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഒരു വൈകുന്നേരം കഴിച്ചിട്ടുണ്ടാവും കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ പോവാണ്. വീണ്ടും ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനിൽ കയറിയിട്ടുണ്ട് കേട്ടോ പോകണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ് ഗൈസ്. ഞങ്ങൾ 2 വണ്ടിയിലാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. ആ 2 വണ്ടിയിലാണ് ഞങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങളതാ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളിതാ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ട്രെയിന് പോകുന്നുണ്ട്, ഞങ്ങൾക്ക് അടുത്ത ട്രെയിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കാത്തിക്കണം നമ്മൾ ട്രെയിന്. ഓക്കെ ഗൈസ്, നമ്മളപ്പുറത്തൊക്കെ നല്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് മടിയാണ്, പറവലിക്ക് മടിയാണ് അങ്ങനെ ആൾക്കാരെ മുന്നേ ഇതെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്, അവിടെ ചിലപ്പോൾ നിർത്തുള്ളൂ. അങ്ങനെ ഇതാ ട്രെയിനൊക്കെ കയറി ഞങ്ങൾ തിരൂരെത്തി. ബസ്സിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ബസ്സിൽ ഇരിക്കേണ്ടത് ഞങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ എടുക്കുള്ളൂ വന്നത്. ഞാനൊരു സീറ്റുണ്ട് പിടിച്ചിരുന്നു കേട്ടോ. വെച്ചാൽ എന്തായാലും ചിലപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുക്കും, എന്ന് വെച്ചാൽ വലുതാവല്ലേ, അപ്പോൾ എന്തായാലും ടിക്കറ്റ് എടുക്കും. എന്നുവെച്ചാൽ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവറൊക്കെ വന്നു, ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് വിൻഡോ സീറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാം. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സിൽ പാട്ടൊക്കെ ഇട്ടുകൊണ്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് ബസ്സിൽ തിരൂരിൽ നിന്ന് ഞങ്ങൾ തിരൂരിൽ നിന്ന് വളാഞ്ചേരിക്കുള്ള ബസ്സായിട്ട് കയറിയതാണ്. അവിടെ നിന്ന് ഞങ്ങൾ വെട്ടിച്ചിറയിലാകും. പിന്നെ ഇതാ ഞങ്ങളത് അവിടെ എത്തിച്ചിട്ടുണ്ട്. ഞാൻ പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങൾ എത്തിയ കുറച്ച് തന്നെ ഞാൻ ഉറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും എത്തിയ അപ്പം തന്നെ നമ്മൾ ഉറങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ. അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.